നീതി തേടി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഹർഷിനയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ഹർഷിനെ സമരസമിതി പ്രവർത്തകരും പോലീസും ഇടപെട്ട ആശുപത്രിയിലേക്ക് മാറ്റി. ബലിപെരുന്നാളിന് മുമ്പ് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ വേദികളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ വ്യക്തമാക്കി. നാളേക്കകം സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബലിപെരുന്നാൾ ദിനത്തിൽ കഞ്ഞിവെപ്പ് സമരം നടത്തുമെന്ന് സമരസമിതി നേതാക്കളും അറിയിച്ചു. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി കഴിഞ്ഞ 36 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ഹർഷിന് നടത്തുന്ന രണ്ടാം ഘട്ട സമരം സർക്കാർ തിരിഞ്ഞു നോക്കാതായതോടെയാണ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ഹർഷിനിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ചികിത്സാ പിഴവ് വരുത്തിയവർക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കമ്മീഷണർ ഓഫീസിന് 200 വാര അകലെ ബാരിക്കേഡ് കെട്ടി പോലീസ് മാർച്ച് തടഞ്ഞു. കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി വരുമ്പോഴുണ്ടാവുന്ന ടെൻഷൻ ഒഴിവാക്കാൻ വീണ ജോർജ് കളിച്ച നാടകമാണ് ഒന്നാം ഘട്ട സമരപ്പന്തലിലെത്തി നടത്തിയ സഹായ വാഗ്ദാനമെന്ന് പ്രവീൺകുമാർ ആരോപിച്ചു. ഹർഷിനിയുടേത് രാഷ്ട്രീയ സമരമല്ല, ധാർമ്മിക സമരമാണ്. ചികിത്സാ പിഴവ് വരുത്തിയവർക്കെതിരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി ഹർഷീന എന്ന സഹോദരിയെ പരസ്യമായി ചതിച്ചു, വഞ്ചിച്ചു. അതിനെതിരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും സമരം നടത്തുന്നത്. ഈ സമരം 37 ദിവസമായി. പ്രിയപ്പെട്ട സഹോദരി ഹർഷീന, നിങ്ങൾ തളരരുത്. ഈ നാടിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടേ ഞങ്ങളൊക്കെ പിന്മാറും. നാളെയും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബലിപെരുന്നാൾ ദിനത്തിൽ സമരപ്പന്തലിൽ പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്ന് സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികൾക്ക് മുൻപിൽ ഹർഷിന സമരം നടത്തും. ഹർഷിനയുടേത് രാഷ്ട്രീയ സമരമാക്കിയെന്ന LDF ജില്ലാ കൺവീനറുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. ഹർഷിനയ്ക്ക് പിന്തുണയുമായി CPM പ്രവർത്തകർ ഉൾപ്പെടെ എത്തുന്നുണ്ടെന്നും ദിനേശ് പെരുമണ്ണ പറഞ്ഞു. 5 വർഷക്കാലത്തെ കത്രിക അകത്തുപേറിയതിന്റെ ദുരിതം, പിന്നീട് ആ കത്രിക പുറത്തെടുക്കുമ്പോൾ നടത്തിയ മേജർ ശസ്ത്രക്രിയയുടെ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ സമരപ്പന്തലിൽ തുടരുന്നത്. ഇന്ന് ഈ തെരുവിലും ഈ കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ഇരിക്കുന്നത്. 29-ാം തീയതി ബലിപെരുന്നാൾ വരികയാണ്. ആ ബലിപെരുന്നാൾ ദിനത്തിലും ഈ സർക്കാർ ഈ സഹോദരിയെ സമരപ്പന്തലിൽ തന്നെയാണ് ഇരുത്താൻ തീരുമാനമെങ്കിൽ പ്രതിഷേധത്തിന്റെ ദിനമായി ആ സന്തോഷ ദിനത്തിൽ ഞങ്ങൾ സമരപ്പന്തലിൽ ഇവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകും ഈ സഹോദരിയെ കാക്കാൻ. സമരം നടക്കുന്നതിനിടെയാണ് ഹർഷിനയ്ക്ക് ശാരീരിക അസ്വസ്ഥത പ്രകടമായത്. അവർ ഛർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് റോഡിൽ തളർന്നിരുന്ന ഹർഷിനയെ പോലീസ് ജീപ്പിലാണ് സമരസമിതി പ്രവർത്തകരും പോലീസും ചേർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബഹുജന മാർച്ചിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.